അധ്യായം 85. അൽ ബുറൂജ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 22. നാമം. പ്രഥമ സൂക്തത്തിലെ അൽ ബുറൂജ് എന്ന പദമാണ് ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അവതരണകാലം. വിശുദ്ധ മക്കയിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമമർദ്ദനങ്ങൾ രൂക്ഷമാവുകയും അവിശ്വാസികൾ വിശ്വാസികളെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ സൂറ അവതരിച്ചത്. ഉള്ളടക്കം. വിശ്വാസികളുടെ നേരെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അക്രമമർദ്ദനങ്ങളുടെ അനന്തരഫലത്തെക്കുറിച്ച് അവിശ്വാസികളെ താക്കീത് ചെയ്യുക. ഈ അക്രമമർദ്ദനങ്ങളെല്ലാം അചഞ്ചലമായി നേരിട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മഹത്തായ പ്രതിഫലം ലഭിക്കുമെന്നും അക്രമികളോട് അള്ളാഹു പ്രതികാരം ചെയ്യുമെന്നും വിശ്വാസികളെ ആശ്വസിപ്പിക്കുക. ഇതാണ് ഈ സൂറയുടെ ഉള്ളടക്കം. ഈ വിഷയകമായി ആദ്യം അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ കഥ കേൾപ്പിക്കുന്നു. വിശ്വാസികളെ കിടങ്ങുകളിലെറിഞ്ഞ് ചുട്ടുകരിച്ചവരാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്. ഈ കഥാകഥനത്തിലൂടെ വിശ്വാസികളെയും അവിശ്വാസികളെയും ചില സംഗതികൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, അസ്ഹാബുൽ ഉഖ്ദൂദ് ദൈവശാപത്തിനും ശിക്ഷയ്ക്കും അർഹരായിത്തീർന്നതുപോലെ മക്കയിലെ പ്രമാണിമാരും അതിനർഹരായിത്തീരുന്നതാണ്. രണ്ട്, അന്ന് വിശ്വാസികൾ തങ്ങൾ തീക്കുണ്ഠങ്ങളിൽ എറിയപ്പെടുന്നത് തിരഞ്ഞെടുക്കുകയും വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നതിനെ നിരാകരിക്കുകയും ചെയ്തു. ഇന്നും വിശ്വാസികൾ ചെയ്യേണ്ടത് അതുതന്നെയാണ്. എത്ര ക്രൂരവും കഠോരവുമായ മർദ്ദനം സഹിക്കേണ്ടി വന്നാലും സത്യവിശ്വാസത്തിന്റെ മാർഗം കൈവെടിയാതിരിക്കുക. മൂന്ന്, സത്യനിഷേധികൾക്ക് അവരുടെ നിഷേധത്തിന് മാത്രമല്ല, ഈ അക്രമമർദ്ദനങ്ങൾക്കുള്ള ശിക്ഷയും അഗ്നിയിൽ കത്തിക്കരിയുന്ന രൂപത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാകുന്നു. സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ആചരിച്ചവർ സ്വർഗസ്ഥരാകുമെന്ന കാര്യവും ഉറപ്പാകുന്നു. അതുതന്നെയാണ് മഹത്തായ വിജയം. അനന്തരം അവിശ്വാസികളെ താക്കീത് ചെയ്യുന്നു. ദൈവത്തിന്റെ പിടുത്തം അതിരൂക്ഷമായിരിക്കും. നിങ്ങൾ സ്വന്തം സംഘബലത്തിൽ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങളെക്കാൾ സംഘബലമുള്ളവരായിരുന്നു ഫിർഔനും സമൂദ് വർഗവും. അവരുടെ പടകൾക്കുണ്ടായ ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ ശക്തി നിങ്ങളെ സുഭദ്രമായി വലയം ചെയ്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊരിക്കലും അത് ഭേദിച്ച് പുറത്തു കടക്കാനാവില്ല. നിങ്ങൾ തള്ളിപ്പറയുന്ന ഖുർആനുണ്ടല്ലോ, അതിലെ ഓരോ വചനവും സ്ഥായിയാകുന്നു. അത് സുരക്ഷിത ഫലകത്തിൽ സുസ്ഥിരമാക്കപ്പെട്ടതാകുന്നു. സുരക്ഷിത ഫലകത്തിന്റെ രേഖകളിൽ ആർക്കും ഒരുവിധ മാറ്റവും വരുത്താനാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വസ്സമാഇ ദാതിൽ ബുറൂജ്. സുഭദ്രമായ കോട്ടകളുള്ള വാനലോകമാണ് സത്യം. ഇവിടെ റാത്തിൽ ബുറൂജ് അഥവാ കോട്ടകളുള്ള എന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലർ പൗരാണിക വാനശാസ്ത്ര പ്രകാരമുള്ള 12 മണ്ഡലങ്ങളെന്നാണ് വിവക്ഷ നൽകിയിട്ടുള്ളത്. ഇബ്നു അബ്ബാസ്, മുജാഹിദ്, ഖതാദ, ഹസൻ ബസ്രി, ലഹാക്ക്, സുദ്ദി എന്നിവരുടെ വീക്ഷണത്തിൽ ആകാശത്തിലെ വൻ താരങ്ങളും ഗ്രഹങ്ങളുമാണിതുകൊണ്ട് ഉദ്ദേശ്യം. വൽയൗമിൽ മൗഊദ്. വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള ദിനമാണ് സത്യം. വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യനാളാണ്. വശാഹിദിൻ വമശ്ഹൂദ്. കാണുന്നതും കാണപ്പെടുന്നതുമാണ് സത്യം. കാണുകയും കാണപ്പെടുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പലവിധ അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വീക്ഷണത്തിൽ കാണുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശ്യം അന്ത്യനാളിൽ ഹാജരാക്കുന്ന എല്ലാ മനുഷ്യരുമാകുന്നു. കാണപ്പെടുന്നതുകൊണ്ട് ഉദ്ദേശ്യം അന്ത്യനാളിന്റെ ഭീകരതകളുമാണ്. മുജാഹിദും ഇക്രിമയും ലഹാക്കും ഇബ്നു നുജൈഹും മറ്റു ചില മുഫസ്സിറുകളും അംഗീകരിച്ചിട്ടുള്ള വ്യാഖ്യാനം ഇതാണ്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. കിടങ്ങുകാർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അന്നാരി ദാതിൽ വഖൂദ്. ആ കിടങ്ങ് തീ ആളിക്കത്തുന്ന വിറകുള്ളതായിരുന്നു. ഇദ് ഹും അലൈഹാ ഖുഊദ്. അവർ
അതിന്റെ മേൽനോട്ടക്കാരായി ഇരുന്ന സന്ദർഭം. وهم على ما يفعلون بالمؤمنين شهود. സത്യവിശ്വാസികൾക്കെതിരെ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ സാക്ഷികളായിരുന്നു. വലിയ കിടങ്ങുകൾ കുഴിച്ച് അതിൽ തീയിട്ട് സത്യവിശ്വാസം കൈക്കൊണ്ടവരെ അതിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ കത്തിയെരിയുന്നത് കണ്ടു രസിച്ച ആളുകളാണ് കിടങ്ങുകാർ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. നശിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശ്യം അവരുടെ മേൽ ദൈവശാപം പതിച്ചുവെന്നും അവർ ദൈവിക ശിക്ഷയ്ക്ക് അർഹരായി തീർന്നുവെന്നുമാകുന്നു. ഇക്കാര്യത്തിന് 3 സംഗതികളെ സാക്ഷിയാക്കി സത്യം ചെയ്തിരിക്കുന്നു. 1, കോട്ടകളുള്ള ആകാശം. 2, വാഗ്ദാനം ചെയ്യപ്പെട്ട അന്ത്യനാൾ. 3, അന്ത്യനാളിലെ ഭീകരതകളും അത് കാണുന്ന മനുഷ്യരഖിലവും. 1-ാമത്തെ സംഗതി സാക്ഷ്യപ്പെടുത്തുന്നതിതാണ്: പ്രപഞ്ചത്തിലെ മഹാനക്ഷത്രങ്ങളെയും വൻഗ്രഹങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തമായ അസ്തിത്വത്തിന്റെ പിടിയിൽ നിന്ന് ഈ നിസ്സാരനായ മനുഷ്യന് എങ്ങനെയാണ് രക്ഷപ്പെടാനാവുക? 2-ാമത്തെ സംഗതി സാക്ഷ്യപ്പെടുത്തുന്നതിതാണ്: അക്കൂട്ടർ ഭൂമിയിൽ അക്രമം ചെയ്യാൻ ആഗ്രഹിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ മനുഷ്യൻ വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള ആ നാൾ ഏതായാലും വരുന്നുണ്ട്. അന്ന് ഏതു മർദ്ദിതന്റെയും ആവലാതിക്ക് പരിഹാരമുണ്ടാകും. എല്ലാ അക്രമികളെയും പിടികൂടുകയും ചെയ്യും. 3-ാമത്തെ സംഗതി സാക്ഷ്യപ്പെടുത്തുന്നതിതാണ്: ആ നിസ്സഹായരായ വിശ്വാസികൾ അഗ്നിയിൽ കിടന്ന് വെന്തെരിയുന്നത് മർദ്ദകർ കണ്ടു രസിച്ചതെങ്ങനെയാണോ അതേപ്രകാരം അന്ത്യനാളിൽ അവർ കൈകാര്യം ചെയ്യപ്പെടുന്നത് സകല സൃഷ്ടികളും കണ്ടുനിൽക്കും. കിടങ്ങുകളിൽ തീകൂട്ടി സത്യവിശ്വാസികളെ അതിലിട്ട് ചുട്ടുകരിച്ച പല സംഭവങ്ങളും നിവേദനങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ഇത്തരം അക്രമങ്ങൾ പലവട്ടം അരങ്ങേറിയിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൽ ഒരു സംഭവം റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു നബി തിരുമേനിയോട് പറഞ്ഞതാണ്. ഒരു രാജാവിന്റെ അടുക്കൽ ഒരാഭിചാരകനുണ്ടായിരുന്നു. അയാൾ വൃദ്ധനായപ്പോൾ രാജാവിനോട് പറഞ്ഞു, എന്നിൽ നിന്ന് ഈ ആഭിചാരവിദ്യ അഭ്യസിക്കാൻ തിരുമനസ് ഒരു ബാലനെ നിയോഗിക്കണം. രാജാവ് ഒരു ബാലനെ നിയോഗിച്ചു. ഈ ബാലൻ ആഭിചാരകന്റെ അടുത്ത് വന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പുരോഹിതനെ കാണാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അവനെ ആകർഷിച്ചു. അവൻ വിശ്വാസിയായി. അങ്ങനെ ആ പുരോഹിതന്റെ ശിക്ഷണത്തിലൂടെ അവൻ ഒരു സിദ്ധനായി തീർന്നു. അവൻ അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കാനും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താനും തുടങ്ങി. ഈ ബാലൻ സത്യവിശ്വാസിയായതറിഞ്ഞ രാജാവ് ആദ്യം പുരോഹിതനെ വധിച്ചു. അനന്തരം ബാലനെ കൊല്ലാൻ തുനിഞ്ഞു. പക്ഷേ വാളുകളോ കുന്തങ്ങളോ ഒന്നും അവൻ ഏശിയില്ല. ഒടുവിൽ കുട്ടി പറഞ്ഞു, അങ്ങേക്ക് എന്നെ കൊല്ലുക തന്നെ വേണമെങ്കിൽ അതിന് ഒരു വഴിയേ ഉള്ളൂ. ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് ഈ ബാലന്റെ നാഥന്റെ നാമത്തിൽ എന്ന് ഉരുവിട്ടുകൊണ്ട് എന്റെ നേരെ അമ്പെയ്യുക. രാജാവ് അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. ബാലൻ മരിക്കുകയും ചെയ്തു. ഇത് കണ്ട ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഈ ബാലന്റെ നാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ രാജാവിന്റെ സഹചാരികൾ ഉണർത്തി, അങ്ങ് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത് എന്തിൽ നിന്നാണോ അതുതന്നെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചത്. ജനം തിരുമനസ്സിന്റെ മതം വെടിഞ്ഞ് ആ ബാലന്റെ മതം സ്വീകരിച്ചിരിക്കുന്നു. ഇത് കണ്ട രാജാവ് കോപാന്ധനായി തീർന്നു. അയാൾ വഴിയോരങ്ങളിൽ കിടങ്ങുകൾ കുഴിപ്പിച്ചു. അതിൽ വിറക് നിറച്ചു തീയാളിച്ചു. സത്യവിശ്വാസം കൈയൊഴിക്കാൻ വിസമ്മതിച്ചവരെയെല്ലാം അയാൾ അതിലേക്ക് തള്ളി. ഈ സംഭവം അഹമ്മദ്, നസായി, മുസ്ലിം, തിർമിദി, ഇബ്നു ജരീർ, അബ്ദുർ റസാഖ്, ഇബ്നു അബി ഷൈബ, ത്വബറാനി, അബ്ദു ബിൻ ഹുമൈദ് തുടങ്ങിയവരെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവം അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു ജരീർ ഉദ്ധരിച്ചതാണ്. അദ്ദേഹം പറയുന്നു, പേർഷ്യയിലെ ഒരു രാജാവ് മദ്യലഹരിയിൽ സ്വന്തം സഹോദരിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. അവരുടെ അവിഹിത ബന്ധം തുടർന്നും നിലനിന്നു. സംഗതി പുറത്തായപ്പോൾ രാജാവ് പ്രഖ്യാപിച്ചു, സഹോദരിയെ വിവാഹം ചെയ്യുന്നത് ദൈവം അനുവദനീയമാക്കിയിരിക്കുന്നു. ആളുകൾ അത് അംഗീകരിച്ചില്ല. രാജാവ് പലതരം മർദ്ദന നടപടികളിലൂടെ ജനങ്ങളെ അത് അംഗീകരിപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ രാജാവ് ഒരു തീക്കിടങ്ങ് നിർമ്മിച്ച് തന്റെ പുതിയ നിയമം അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരെയെല്ലാം അതിലിട്ട് ചുട്ടുകളഞ്ഞു. അന്നു മുതലാണ് രക്തബന്ധുക്കളെ വിവാഹം ചെയ്യുന്ന സമ്പ്രദായം മജൂസികളിൽ നടപ്പായതെന്നും അലി റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുകയുണ്ടായി. ഏറ്റവും പ്രസിദ്ധമായ സംഭവം നജ്റാനിൽ നടന്നതാണ്. ഇബ്നു ഹിഷാം, ത്വബരി, ഇബ്നു ഖൽദൂൻ, മുഅ്ജമുൽ ബുൽദാനിന്റെ കർത്താവ് തുടങ്ങിയ ഇസ്ലാമിക ചരിത്രകാരന്മാർ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. അതിന്റെ ചുരുക്കമിതാണ്: യമനിലെ ഹിംയർ രാജാവായിരുന്ന തുബാൻ അസ്അം അബൂ കരീബ് ഒരിക്കൽ യസ്രിബ് സന്ദർശിച്ചു.
അവിടുത്തെ ജൂതന്മാരിൽ ആകൃഷ്ടനായ അയാൾ ജൂതമതം സ്വീകരിച്ചു. ഖുറൈള ഗോത്രത്തിലെ ജൂത പണ്ഡിതന്മാരെ തന്നോടൊപ്പം യമനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അയാൾ യമനിൽ വൻതോതിൽ ജൂതമതം പ്രചരിപ്പിച്ചു. അയാളുടെ പിൻഗാമിയായി വന്ന പുത്രൻ ദൂനവാസ് ദക്ഷിണ അറേബ്യയിലെ ക്രൈസ്തവ മേഖലയായിരുന്ന നജ്റാൻ ആക്രമിച്ചു. അവിടെ നിന്ന് ക്രിസ്തുമതത്തെ നിഷ്കാസനം ചെയ്യണമെന്നും ജനങ്ങളെല്ലാം ജൂതമതം സ്വീകരിക്കണമെന്നും അയാൾ നിർബന്ധിച്ചു. ദൂനവാസ് നജ്റാനിലെത്തി ജനങ്ങളെ ജൂതമതത്തിലേക്ക് ക്ഷണിച്ചു. ജനം കൂട്ടാക്കിയില്ല. അതിനെ തുടർന്ന് നിരവധിയാളുകളെ തീക്കിടങ്ങുകളിലെറിഞ്ഞ് ചുട്ടുകളഞ്ഞു. നിരവധിയാളുകളെ വധിക്കുകയും ചെയ്തു. മൊത്തം 20,000 ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. അറിയാത്ത് എന്നു പേരുള്ള ഒരു ജനറലിന്റെ നേതൃത്വത്തിൽ 70,000 ഭടന്മാരുള്ള ഒരു അബിസീനിയൻ സൈന്യം യമനിനെ ആക്രമിച്ചു. ദൂനവാസ് നശിപ്പിക്കപ്പെട്ടു. ജൂതഭരണം അവസാനിച്ചു. യമൻ ക്രൈസ്തവ അബിസീനിയയുടെ ഭാഗമായി തീരുകയും ചെയ്തു. അബിസീനിയക്കാർ നജ്റാൻ കൈയടക്കിയ ശേഷം അവിടെ കഅബയുടെ ആകൃതിയിൽ ഒരു എടുപ്പുണ്ടാക്കിയിരുന്നു. മക്കയിലെ കഅബയുടെ കേന്ദ്രസ്ഥാനം അതിന് നൽകുകയായിരുന്നു അവരുടെ ഉദ്ദേശ്യം. അതിലെ ബിഷപ്പുമാർ തലപ്പാവ് ധരിച്ചിരുന്നു. അത് പുണ്യസ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ടു. റോമാ സാമ്രാജ്യവും ഈ കഅബയ്ക്ക് ധനസഹായങ്ങൾ എത്തിച്ചിരുന്നു. ഇതേ കഅബയിലെ പാതിരിയാണ് നജ്റാനിലെ സയ്യിദിന്റെയും ആഖിബിന്റെയും ബിഷപ്പുമാരുടെയും നേതാവായി നബി തിരുമേനിയോട് വാദപ്രതിവാദം നടത്താൻ മദീനയിൽ വന്നത്. അങ്ങനെയാണ് സൂറ ആലു ഇമ്രാനിൽ പരാമർശിച്ചിട്ടുള്ള പ്രസിദ്ധമായ മുബാഹല സംഭവമുണ്ടായത്. കൂടുതൽ വിശദീകരണത്തിന് സൂറ ആലു ഇമ്രാൻ 33, 61 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക. وَمَا نَقَمُوا مِنْهُمْ إِلَّا أَن يُؤْمِنُوا بِاللَّهِ الْعَزِيزِ الْحَمِيدِ. ആ സത്യവിശ്വാസികളോട് അവർക്കുണ്ടായിരുന്ന വിരോധത്തിന് കാരണം അവർ അജയ്യനും സ്തുത്യനുമായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതു മാത്രമായിരുന്നു. الَّذِي لَهُ مُلْكُ السَّمَاوَاتِ وَالْأَرْضِ وَاللَّهُ عَلَى كُلِّ شَيْءٍ شَهِيدٌ. അവനോ ആകാശഭൂമികളുടെ ആധിപത്യമുള്ളവനത്രേ. അല്ലാഹുവോ ഒക്കെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ഈ സൂക്തങ്ങളിൽ അല്ലാഹുവിന്റെ ചില ഗുണങ്ങൾ പ്രസ്താവിച്ചിരിക്കുകയാണ്. അവയുടെ അടിസ്ഥാനത്തിൽ അവർ തന്നെ അവനിൽ വിശ്വസിക്കാൻ കടപ്പെട്ടവരാകുന്നു. വല്ലവരും വിശ്വസിക്കുന്നതിനെ തടയുന്നവർ അക്രമികളുമാകുന്നു. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബൂ ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. വിശ്വാസികളെയും വിശ്വാസിനികളെയും ദ്രോഹിക്കുകയും എന്നിട്ടതിൽ പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്കുള്ളതാകുന്നു നരകയാതന, അവർക്കുള്ളതാകുന്നു കരിച്ചുകളയുന്ന ശിക്ഷ. ഇവിടെ നരകശിക്ഷയ്ക്ക് പുറമെ കരിച്ചുകളയുന്ന ശിക്ഷയെക്കുറിച്ച് പറയാൻ കാരണം ഇതാണ്. അവർ മർദ്ദിത ജനങ്ങളെ ജീവനോടെ തീക്കുണ്ഠത്തിൽ എറിഞ്ഞിട്ടുള്ളവരാണ്. അവർ കത്തിയെരിയുന്ന ഈ അഗ്നി മിക്കവാറും സാധാരണ അഗ്നിയിൽ നിന്ന് വ്യത്യസ്തമായ കൂടുതൽ കൊടുമയുള്ള മറ്റൊരഗ്നിയായിരിക്കും. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നവരോ അവർക്കുള്ളത് സ്വർഗീയ ആരാമങ്ങളാകുന്നു. അവയ്ക്ക് താഴെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതത്രേ മഹത്തായ വിജയം. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. യഥാർത്ഥത്തിൽ നിന്റെ നാഥന്റെ പിടുത്തം കഠിനം തന്നെയാകുന്നു. ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ്. അവനാണ് ആദിയിൽ സൃഷ്ടിക്കുന്നത്, അവൻ തന്നെ രണ്ടാമതും സൃഷ്ടിക്കുന്നു. വഹുവൽ ഗഫൂറുൽ വദൂദ്. അവൻ പൊറുക്കുന്നവനാകുന്നു, സ്നേഹമുള്ളവനാകുന്നു. ദുൽ അർശിൽ മജീദ്.
സിംഹാസനത്തിനുടയവനാകുന്നു, മഹനീയനും ഉന്നതനുമാകുന്നു. فعال لما يريد ഇച്ഛിക്കുന്നതെന്തും പ്രവർത്തിക്കുന്നവനാകുന്നു. പൊറുക്കുന്നവനാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് വല്ലവരും കുറ്റങ്ങൾ വർജിച്ച് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവന് അവന്റെ വിശാലമായ കാരുണ്യത്തിൽ ഇടം കിട്ടും എന്ന പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. സ്നേഹമുള്ളവൻ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് വ്യക്തമാക്കി തരുന്നതിതാണ്. അവന് തന്റെ സൃഷ്ടികളോട് ശത്രുതയേതുമില്ല. അവൻ അവരെ ശിക്ഷയിൽ പെടുത്തുമെങ്കിലും താൻ സൃഷ്ടിച്ച സൃഷ്ടികളോട് അവന് വളരെ സ്നേഹമുണ്ട്. അവർ ധിക്കാരത്തിൽ നിന്ന് വിരമിക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അവരെ ശിക്ഷിക്കുന്നത്. സിംഹാസനത്തിനുടമ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് മനസ്സിലാക്കി തരുന്നത് ഇതാണ്: പ്രപഞ്ച സാമ്രാജ്യത്തിന്റെ അധിപൻ അവൻ മാത്രമാകുന്നു. അവനെ ധിക്കരിക്കുന്നവർക്ക് അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഉന്നതനും മഹനീയനും എന്ന് പ്രസ്താവിച്ചുകൊണ്ട് അത്തരം ഒരു അസ്തിത്വത്തിനെതിരെ ദൃഷ്ടനാകുന്ന മനുഷ്യന്റെ അധമത്വത്തെക്കുറിച്ച് ഉണർത്തിയിരിക്കുകയാണ്. അതായത്, അള്ളാഹു ഒരു കാര്യമുദ്ദേശിച്ചാൽ അത് തടയാനോ വിലക്കാനോ കഴിയുന്ന ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല. هل أتاك حديث الجنود സൈന്യങ്ങളുടെ കഥ നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? فرعون وثمود ഫിർഔന്റെയും സമൂദിന്റെയും സൈന്യങ്ങളുടെ സ്വന്തം ഭൗതിക ശക്തികളിലും ആളുകളുടെ എണ്ണത്തിലും ഉന്മത്തരായി ദൈവത്തിന്റെ ഭൂമിയിൽ അവനെ ധിക്കരിച്ചു നടക്കുന്നവരിലേക്കാണ് വചനത്തിന്റെ സൂചന. അവരോട് പറയുകയാണ്, ഇതിനു മുമ്പ് ഭൗതിക ശക്തിയിലും ആൾബലത്തിലും അഹങ്കരിച്ച് ഇതേ ധിക്കാരങ്ങൾ അനുവർത്തിച്ച ജനതകൾ അനുഭവിക്കേണ്ടി വന്ന പരിണതി എന്താണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. بل الذين كفروا في تكذيب പക്ഷേ അവിശ്വസിച്ചവർ നിഷേധത്തിൽ തന്നെ തുടരുകയാകുന്നു. والله من ورائهم محيط അല്ലാഹുവോ അവരെ വലയം ചെയ്തിരിക്കുന്നു. بل هو قرآن مجيد എന്നാൽ ഇവർ തള്ളിപ്പറയുന്നതുകൊണ്ട് ഈ ഖുർആന് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഈ ഖുർആൻ ഔന്നത്യമുള്ളതാകുന്നു. في لوح محفوظ സുരക്ഷിതമായ ഫലകത്തിൽ രേഖപ്പെട്ടത്. ഈ ഖുർആൻ ലിഖിതം ഒരിക്കലും മായാത്തതും സുസ്ഥിരവുമാകുന്നു. അള്ളാഹുവിന്റെ സുരക്ഷിത ഫലകത്തിൽ സ്ഥാപിതമാണത്. അതിനകത്ത് ഒരു മാറ്റവും സാധ്യമല്ല. അതിലെഴുതിയതെന്തും തികച്ചും സംഭവിക്കാനുള്ളത് തന്നെയാണ്. അത് തെറ്റിക്കാൻ ലോകം മുഴുവൻ ചേർന്ന് ശ്രമിച്ചാലും സാധിക്കുകയില്ല.